കത്തോലിക്ക സഭയിൽ 7 കൂദാശകളാണുള്ളത്. മാമോദീസ, സ്ഥൈര്യലേപനം, കുംഭസാരം, കുർബാന, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. ഈ 7 കൂദാശകളിലൂടെ ദൈവം നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുകയാണ്. ഞാൻ ഈ 7 കൂദാശകളെയും നോക്കിക്കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കർത്താവ് പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് കാൽവരിക്കുന്നിൻ്റെ നെറുകയിൽ ഒരു വലിയ ജലസംഭരണി, വാട്ടർ ടാങ്കിന് രൂപം കൊടുത്തിരിക്കുകയാണ്. ആ ജലസംഭരണിയിൽ, വാട്ടർ ടാങ്കിൽ ധാരാളം ദൈവാനുഗ്രഹം നിറച്ചു വച്ചിരിക്കുകയാണ്, പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചുകൊണ്ട്. ഈ ലോകത്തിൽ വരാനിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും മതിയാവോളം ദൈവാനുഗ്രഹം നൽകാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ജലസംഭരണിയിൽ ദൈവാനുഗ്രഹ ജലം നിറച്ചു വച്ചിരിക്കുന്നത്. അവിടുന്ന് താഴേക്ക് ഒരു ടണൽ ഇറക്കിയിട്ടുണ്ട്. ആ ടണലാണ് കത്തോലിക്ക തിരുസഭ. ആ ടണലിൻ്റെ ഉള്ളിൽ 24 പൈപ്പുകളുണ്ട്. ആ 24 പൈപ്പുകളാണ് വ്യക്തിഗത സഭകൾ അല്ലെങ്കിൽ റീത്തുകൾ എന്ന് പറയും. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ, ഇങ്ങനെ 24 വ്യക്തിഗത സഭകൾ ചേർന്നതാണ് കത്തോലിക്ക തിരുസഭ. ഈ ഓരോ വ്യക്തിഗത സഭകൾക്കും അതിൻ്റേതായിട്ടുള്ള ഭരണ സംവിധാനങ്ങളുണ്ട്, തലവന്മാരുണ്ട്. സീറോ മലബാർ സഭയുടെ തലവനാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സീറോ മലങ്കര വ്യക്തിഗത സഭയുടെ തലവനാണ് കാർഡിനൽ ക്ലീമിസ് പിതാവ്. ലത്തീൻ സഭയുടെ തലവനാണ് മാർപ്പാപ്പ. മാർപ്പാപ്പയ്ക്ക് മറ്റൊരു ദൗത്യം കൂടിയുണ്ട്. 24 വ്യക്തിഗത സഭകളെയും കോർത്തിണക്കി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം മാർപ്പാപ്പയ്ക്കാണ്. ഫെയ്ത്ത് ആൻഡ് മോറൽസ്, വിശ്വാസം, ധാർമ്മികത, ഈ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് മാർപ്പാപ്പയാണ് 24 വ്യക്തിഗത സഭകളുടെയും കാര്യത്തിൽ. മറ്റു കാര്യങ്ങളിൽ അതാത് വ്യക്തിഗത സഭകളുടെ സിനഡുകളാണ് അന്തിമ തീരുമാനങ്ങൾ എടുക്കുക. അത് മാർപ്പാപ്പ അംഗീകരിക്കുന്നു. അപ്പം ഇങ്ങനെ 24 വ്യക്തിഗത സഭകൾ ചേർന്ന കത്തോലിക്ക സഭയാകുന്ന ആ വലിയ ടണലിലൂടെയാണ് 7 കുദാശകളിലൂടെ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. ആ ടണലിൻ്റെ താഴെ ഹൊറിസോണ്ടലായിട്ട് ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിൽ 7 ടാപ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. അതാണ് 7 കൂദാശകൾ. കർത്താവ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ ടാപ്പിൻ്റെ അരികിൽ ചെല്ലണം, ടാപ്പ് തുറക്കണം, ദൈവാനുഗ്രഹ ജലം വാങ്ങി കുടിക്കണം. ഇത്രേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ടാപ്പ് തുറക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസാണ് ഒരു ടാപ്പ് തുറക്കുക. അത് മനസ്സിലാക്കാതെ ക്ലോക്ക് വൈസ് ടാപ്പ് തുറക്കാൻ തുടങ്ങിയാൽ ഒരു തുള്ളി ദൈവാനുഗ്രഹം വരുന്നുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാകും. യോഗ്യതയോടെ കൂദാശകൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് കൂദാശകളെ പറ്റി കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുക. ഒന്നാമത്തെ കൂദാശയാണ് മാമോദീസ എന്ന കൂദാശ. മാമോദീസ എന്ന കൂദാശയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം മാമോദീസ എന്ന കൂദാശയിലൂടെയാണ് മറ്റു കൂദാശകളിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുക. മാമോദീസ എന്ന കൂദാശയിലൂടെ എല്ലാ വ്യക്തികളും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരാവുകയാണ്. മാമോദീസ എന്ന കൂദാശയിലൂടെയാണ് ഒരു വ്യക്തി സഭയിലേക്ക് ജനിക്കുന്നത്, അംഗമാകുന്നത്. അതുകൊണ്ട് സഭാപിതാക്കന്മാർ മാമോദീസയെ പറയുക ഗർഭപാത്രം എന്നാണ് മാമോദീസ തൊട്ടിയെ പറയുന്നത്. സഭാപിതാക്കന്മാർ മാമോദീസ തൊട്ടിയെ ഗർഭപാത്രം എന്നാണ് വിളിക്കുന്നത്. ജന്മം കൊടുക്കുന്ന, സഭയിലേക്ക് ജന്മം കൊടുക്കുന്ന പാത്രം. അതുപോലെ തന്നെ 1 കോറിന്തോസ് 12:13 നാം കാണുന്നുണ്ട്, നമ്മളൊക്കെ കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ്. കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാകുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. കർത്താവ് ശിരസ്സും നമ്മളൊക്കെ ശരീരത്തിലെ അവയവങ്ങളും. നമ്മളൊക്കെ കൈക്കുഞ്ഞുങ്ങളായിരുന്ന കാലഘട്ടങ്ങളിൽ തലതൊട്ടമ്മയുടെ കയ്യിൽ മലർന്നു കിടന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിയുടെ വാതിലിന് മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. തലതൊട്ടമ്മയുടെ കയ്യിൽ മലർന്നു കിടക്കുന്ന
നമ്മുടെ ഒരു അവസ്ഥ നമുക്ക് നോർക്കാം. അന്ന് ആ പള്ളിയിലെ വികാരിയച്ഛൻ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജ്ഞാനസ്നാന മാതാപിതാക്കളോട്, തലതൊട്ടപ്പനോടും തലതൊട്ടമ്മയോടും. എന്താണ് ആ ചോദ്യങ്ങൾ എന്നറിയാവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈ കൈക്കുഞ്ഞിനോടാണ് ചോദിക്കുന്നത്. പക്ഷെ കൈക്കുഞ്ഞിന് ഉത്തരം പറയാൻ പറ്റത്തില്ല. കൈക്കുഞ്ഞിന് വേണ്ടി, ഞാനും നീയുമാകുന്ന കൈക്കുഞ്ഞിന് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കള് ഉത്തരം കൊടുത്തു, പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, രക്ഷകനായി മിശിഹായെ ദൈവമായി സ്വീകരിക്കുന്നുവോ? നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ അന്ന് ഉത്തരം കൊടുത്തു, സ്വീകരിക്കുന്നു. ഈ 2 കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിക്കുന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ നമ്മുടെ കുഞ്ഞി കയ്യിൽ വെള്ള വസ്ത്രം നൽകിയിട്ടുണ്ട്. പാപം ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ള വസ്ത്രം നമ്മൾ പിടിച്ചതെന്ന്. പിന്നെ കത്തിച്ച മെഴുകുതിരി നമ്മുടെ കയ്യിൽ തന്നുവെന്ന്. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന അടയാളമാണത്. നമ്മൾ അറിയണം. എന്നിട്ട് ഇന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ലോകത്തിൻ്റെ കാറ്റേറ്റ് ആ യേശുവാകുന്ന പ്രകാശം ഇന്ന് കെട്ടുപോയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ആലോചിച്ച് നോക്കണം. കൈക്കുഞ്ഞാകുന്ന നിന്റെ നെറ്റിയിലും നെഞ്ചിലും തൈലം പൂശുന്നുണ്ട് മാമോദീസായിൽ. അതിന് അർത്ഥം എന്താണെന്നറിയാവോ? എൻ്റെ ശിരസ്സും ഉടലും ദൈവത്തിന് പ്രതിഷ്ഠിതമാകുകയാണെന്ന്. ഇനി ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. പിന്നെ 3 പ്രാവശ്യം ശിരസ്സിൽ വെള്ളമൊഴിക്കുന്ന അനുഷ്ഠാനമുണ്ട്. പണ്ട് കാലത്ത് വെള്ളത്തിൽ 3 പ്രാവശ്യം മുക്കിപ്പൊക്കുന്ന രീതിയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, കർത്താവ് മരിച്ച് 3-ാം നാളല്ലേ ഉത്ഥാനം ചെയ്തത്. ആ യേശുവിനോടുകൂടി മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തിയും പാപത്തിന് മരിക്കുന്നു, ഉത്തിതനായ യേശുവിനോടുകൂടി പുതിയ ജീവിതത്തിലേക്ക് ജനിക്കുന്നു. പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അർത്ഥമാണത്. മരിച്ചൊരു വ്യക്തി, മദ്യപാനിയായ ഒരു വ്യക്തി മരിച്ചു കിടക്കുകയാണെന്ന് വിചാരിക്കുക. ആ വ്യക്തിയുടെ കൈയുടെ അരികിൽ എത്ര കന്നാസ് ബ്രാൻഡിയോ ചാരായോ കൊണ്ട് വെച്ചാലും അയാൾ കൈ അനക്കോ? കൈ അനക്കത്തില്ല. മരിച്ച വ്യക്തി കൈ അനക്കത്തില്ല. അല്ലെങ്കിൽ ആഭരണത്തോട് അമിതമായി പ്രിയമുള്ള ഒരു പെണ്ണ് മരിച്ചു കിടക്കുകയാണ്. അവളുടെ കൈയുടെ അരികിൽ എത്ര പവൻ സ്വർണ്ണ ആഭരണങ്ങൾ കൊണ്ടുവച്ചാലും കൈ അനക്കോ? അനക്കത്തില്ല. കാരണം മരിച്ചു കിടക്കുകയാണ്. ഇതുപോലെ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി എങ്ങനെ പാപസാഹചര്യങ്ങളോട് പ്രതികരിക്കുമോ അത്തരത്തിൽ പാപസാഹചര്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറുന്നു മാമോദീസായിൽ. അതാണ് അനുഷ്ഠാനം സൂചിപ്പിക്കുന്നത്. 3 പ്രാവശ്യം വെള്ളമൊഴിക്കുമ്പോൾ ആ 3 പ്രാവശ്യം വെള്ളമൊഴിക്കുന്ന അനുഷ്ഠാനം 3 പ്രാവശ്യം വെള്ളത്തിൽ മുക്കിപ്പൊക്കുന്ന മാമോദീസ രീതിയിൽ നിന്നും ലോപിച്ചുണ്ടായതാണ്. ഈ 3 പ്രാവശ്യം വെള്ളത്തിൽ മുക്കിപ്പൊക്കുമ്പോൾ സൂചിപ്പിക്കുക, ഈ വ്യക്തി ഉത്തിതനായ യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നു, പാപത്തിന് മരിച്ചുകൊണ്ട്. പാപത്തിന് മരിക്കുന്നു, ഉത്തിതനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നു. 3 പ്രാവശ്യം വെള്ളത്തിൽ മുക്കിപ്പൊക്കുന്ന രീതിയാണ് ലോപിച്ച് 3 പ്രാവശ്യം കുരിശാകൃതിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദിസ മുക്കുന്നെന്ന പ്രാർത്ഥനയോടുകൂടി 3 പ്രാവശ്യം വെള്ളമൊഴിക്കുന്ന രീതിയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ മാമോദിസായിൽ പാപത്തിന് മരിച്ച വ്യക്തികളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഉത്തിതനായ യേശുവിനോടുകൂടി പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. രണ്ടാമത്തെ കൂദാശയാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശ. സ്ഥൈര്യലേപനം എന്ന കൂദാശയ്ക്ക് തൈലാഭിഷേകം എന്നും പറയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രദാനം ചെയ്യുന്ന കൂദാശയാണ് തൈലാഭിഷേക കൂദാശ. മിശിഹ മാമോദീസ സ്വീകരിച്ച അവസരത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഈശോ മിശിഹ അഭിഷിക്തനായി. അതുകൊണ്ടാണ് ഈശോയെ മിശിഹ എന്ന് പറയുന്നത്. അഭിഷിക്തൻ എന്ന വാക്കാണ് മിശിഹ എന്ന വാക്ക് സൂചിപ്പിക്കുക. അഭിഷിക്തനായി. ഇതുപോലെ സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ തരാമെന്ന് യോഹന്നാന്റെ സുവിശേഷം
14 അധ്യായത്തില് 26 തിരുവചനത്തില് ഈശോ പ്രവചിക്കുന്നുണ്ട് ആശ്വാസദായകൻ അയക്കുമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 22 തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉത്തിതനായ ഈശോ ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവിനെ നിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നു അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 2 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ നോക്ക്, മാതാവും ശിഷ്യന്മാരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തിൽ തീനാവുകളുടെ രൂപത്തിൽ ഇതാ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരുന്ന കുദാശയാണ് സ്ഥൈര്യലേപനം എന്ന കുദാശ. ഈ കുദാശയുടെ അവസരത്തിലാണ് നമ്മൾ ജ്ഞാനസ്നാന വ്രത നവീകരണം നടത്തുക. നമ്മൾ കൈക്കുഞ്ഞുങ്ങളായിരുന്ന അവസരത്തിലാണ് പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിക്കുന്നുവെന്നും രക്ഷകനായ മിശിഹായെ ദൈവമായി സ്വീകരിക്കുന്നുവെന്നും നമുക്ക് വേണ്ടി ജ്ഞാനസ്നാന മാതാപിതാക്കൾ പറഞ്ഞത്. ഇപ്പം നമുക്ക് പ്രായപൂർത്തി വന്നു, കുറച്ച് വലുതായി, പ്രായമായി, ചിന്തിക്കാനുള്ള കഴിവായി. അപ്പം നമ്മൾ തന്നെ ആ ജ്ഞാനസ്നാന വ്രതം നവീകരിക്കുകയാണ് ചെയ്യുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നമ്മൾ സ്ഥൈര്യലേപനം എന്ന കുദാശയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറുകയാണ്. 1 കോറിന്തോസ് 3 അധ്യായം 16 തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറുന്നു. ശിരസിൽ കൈവയ്ക്കുന്നു, കൈവെപ്പ് പ്രാർത്ഥനയുണ്ട് സ്ഥൈര്യലേപനം എന്ന കുദാശയിൽ. ഉത്തരവാദിത്വപൂർണമായ ക്രൈസ്തവ ജീവിതത്തിലേക്ക് ഒരുവനെ വളർത്തി വലുതാക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്ഥൈര്യലേപനം എന്ന കുദാശയിൽ നടക്കുക. അതുപോലെ നെറ്റിയിൽ തൈലം പൂശുന്നുണ്ട്. ഈ വ്യക്തി ആത്മാവിനാൽ മുദ്രിതനാകുന്നു എന്നതാണ് അതിൻ്റെ സൂചന. മൂന്നാമത്തെ കുദാശയാണ് കുംഭസാരം എന്ന കുദാശ. ഈ കുദാശയ്ക്ക് അനുരഞ്ജന കുദാശ എന്നും പറയും. ഒരു വൈദികൻ നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ അത് വൈദികൻ്റെ കഴിവുകൊണ്ടല്ല, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ പാടുവിടകൾ സഹിച്ചു, കുരിശിൽ മരിച്ചു, ആ ശിക്ഷ മുഴുവൻ മുൻകൂട്ടി ഏറ്റെടുത്തു. എന്നിട്ട് സഭയ്ക്ക് പാപമോചനാധികാരം നൽകി. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 23 തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. അപ്പോൾ ഇത് ഈശോ സഭയെ ഏൽപ്പിക്കുന്ന ഒരു അധികാരമാണ്. ആ സഭയുടെ അധികാരമാണ് ഈശോ ഏൽപ്പിച്ച അധികാരമാണ് വൈദികൻ കുംഭസാരക്കൂട്ടിൽ പ്രയോഗിക്കുന്നത്. നിന്റെ പാപങ്ങൾ മോചിക്കുന്നു. അയാളുടെ അച്ഛൻ്റെയോ മെത്രാൻ്റെയോ കഴിവൊന്നും അല്ലാതെ അതിനെല്ലാം പരിഹാരം ചെയ്തിട്ടുണ്ട് ഈശോ. എന്നിട്ടാണ് ഈ പാപമോചനം നമുക്ക് നൽകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുംഭസാരം എന്ന കുദാശയിലൂടെ നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയും ലഭിക്കും. പാപമോചനം മാത്രമല്ല, 4 തരത്തിലുള്ള രമ്യതപ്പെടൽ കുംഭസാരം എന്ന കുദാശയിലുണ്ട്. നമ്മൾ ദൈവവുമായി രമ്യതപ്പെടുന്നു, സഹോദരങ്ങളുമായി രമ്യതപ്പെടുന്നു, തന്നോട് തന്നെ രമ്യതപ്പെടുന്നു, പ്രപഞ്ചത്തോട് രമ്യതപ്പെടുന്നു. ഇതെല്ലാം കുംഭസാരം എന്ന കുദാശയിൽ നടക്കുന്നു. കുംഭസാരം എന്ന കുദാശയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പാപങ്ങൾ ക്രമമായി ഓർക്കണം, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം, മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം, ചെയ്തു പോയ മാരക പാപങ്ങളെങ്കിലും വൈദികനോട് ഏറ്റുപറയണം, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിർവഹിക്കണം. ഈ കാര്യങ്ങൾ മറക്കരുത്. ഈ പാപങ്ങൾ ക്രമമായി ഓർക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കണം. പ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം. 10 പ്രമാണങ്ങൾ അതെവിടെ തന്നിരിക്കുന്നത്? പുറപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായം 3, 7, 8, 12, 13, 14, 15, 16, 17A, 17B ഈ തിരുവചനങ്ങളിലാണ് ഈ 10 പ്രമാണങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ ഒന്നും കൂടി ആവർത്തിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായത്തിൽ 3 ഒന്നാം പ്രമാണം, 7 രണ്ടാം പ്രമാണം, 8 മൂന്നാം പ്രമാണം, 12 നാലാം പ്രമാണം, 13 അഞ്ചാം പ്രമാണം, 14 ആറാം പ്രമാണം, 15 ഏഴാം പ്രമാണം, 16 എട്ടാം പ്രമാണം, 17A,
17b 9ഉം 10ഉം പ്രമാണങ്ങൾ. ഇങ്ങനെ 10 പ്രമാണങ്ങളാണ്, 10 കൽപ്പനകളാണ് ഈശോ നൽകിയിരിക്കുന്നത് പഴയ നിയമത്തിൽ. പക്ഷേ ഈ പഴയ നിയമ കൽപ്പനകൾക്കെല്ലാം ഈശോ പുതിയ നിയമ മാനങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ പാപങ്ങൾ ഓർക്കുമ്പോൾ ഈ പുതിയ മാനങ്ങളുടെ വെളിച്ചത്തിൽ വേണം പാപങ്ങൾ ഓർക്കാനായിട്ട്. വിഷയാസക്തിയോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഹൃദയത്തിൽ വ്യഭിചാരം, ഒരു ചിന്ത വന്നാൽ മതി, അതുകൂടി വ്യഭിചാര കുറ്റമായിട്ടാണ് ഈശോ പറയുന്നത്. ആ പുതിയ മാനങ്ങളോട് നോക്കിക്കാണാൻ സാധിക്കണം. 1-ാം പ്രമാണത്തിൽ നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആകുലതയുണ്ടോ? ഉത്കണ്ഠയുണ്ടോ? ആകുലത ഉത്കണ്ഠയുണ്ടെങ്കിൽ നമ്മളൊക്കെ വിഗ്രഹാരാധകരാണെന്ന് ഞാൻ പറയും. അതില്ലാത്ത ആരുമില്ല. അതെങ്ങനെ പിതാവേ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ ഉത്കണ്ഠ, ആകുലത എന്ന് പറഞ്ഞാൽ എന്താ? നാളെയെക്കുറിച്ച് കണക്ക് കൂട്ടിയിട്ട് ആ കണക്ക് കൂട്ടൽ മുട്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് ആകുലത. നാളെയെക്കുറിച്ച് കണക്ക് കൂട്ടാൻ ആർക്കാ അവകാശമുള്ളത്? ദൈവത്തിന് മാത്രം. എനിക്കില്ല. ആ ദൈവത്തിൻ്റെ കസേരയിൽ ഞാൻ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ കണക്ക് കൂട്ടുകയാണ് നാളെയെക്കുറിച്ച്. എന്നിട്ട് ഞാൻ ആ കണക്ക് കൂട്ടലിൽ മുട്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് ആകുലത. അപ്പോൾ കർത്താവിൻ്റെ കസേരയിൽ ഞാൻ കയറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് കർത്താവിന് പകരക്കാരനായി ഞാൻ വിഗ്രഹമായി മാറുന്നു. അതുകൊണ്ട് ആകുലത വിഗ്രഹാരാധനയാണെന്ന് വരെ ഞാൻ പറയും. പക്ഷെ അതില്ലാത്ത ആരുമില്ല. നമ്മൾ കുറയ്ക്കാനായിട്ട് നോക്കാനേ പറ്റത്തുള്ളൂ. 1-ാം പ്രമാണം. ഇങ്ങനെ ഓരോ പ്രമാണങ്ങളുടെയും യേശു നൽകിയിട്ടുള്ള പുതിയ മാനങ്ങളിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ക്രമമായി ഓർക്കണം. എന്നിട്ട് പശ്ചാത്തപിക്കണം. ശരിക്കും ഉള്ളുരുകണം. നമ്മുടെ മനസ്സിൽ നിന്ന് വേദന വരണം. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച്, ഇത്രയും എന്നെ സ്നേഹിച്ച് എന്നെ രക്ഷിക്കാൻ വേണ്ടി പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് യേശുവിനെ ഞാൻ വേദനിപ്പിച്ചെന്നുള്ള കൃത്യമായിട്ടുള്ള വിഷമം, പ്രയാസം എൻ്റെ മനസ്സിൽ നിന്ന് വരണം. പിന്നെ പ്രതിജ്ഞ എടുക്കണം, മേലൊരിക്കലും ഇത് ചെയ്യില്ലെന്ന്. വെറുതെ പ്രതിജ്ഞ എടുത്താൽ മാത്രം പോരാ. ഏത് പാപ സാഹചര്യങ്ങളിലാണ് ഞാനിതിൽ പെട്ടുപോകണേന്ന് നോക്കിക്കൊണ്ട് ആ പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം കൂടി ഞാൻ എടുക്കണം. അതാണ് പശ്ചാത്താപവും പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പിതാവ് സൂചിപ്പിക്കട്ടെ. പശ്ചാത്താപവും പ്രതിജ്ഞയില്ലെങ്കിൽ കുംഭസാരം അസാധുവാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഇനി ചെയ്തുപോയ മാരക പാപങ്ങളെങ്കിലും വൈദികനോട് ഏറ്റുപറയുക, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിർവഹിക്കുക. നമ്മൾ ഈ പ്രായശ്ചിത്തം നിർവഹിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നത്. തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് ഈശോ അവിടെ കുരിശിൽ മരിച്ചു. ആ ഈശോയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം പാപത്തോട് വിട പറയുക. അങ്ങനെ കുംഭസാരം എന്ന കുദാശയിലൂടെ പാപത്തോട് വിട പറഞ്ഞ് പാപത്തിൽ പെടാതിരിക്കാനുള്ള ശക്തി സംഭരിച്ചുകൊണ്ട് നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. നാലാമത്തെ കുദാശയാണ് കുർബാന എന്ന കുദാശ. നമ്മൾ വളരെയേറെ അറിഞ്ഞിരിക്കേണ്ട ഒരു കുദാശയാണ് കുർബാന എന്ന കുദാശ. വിശുദ്ധ കുർബാന വിശുദ്ധ ബലിയാണ്. ഇന്ന് ചില അകത്തോലിക്ക ക്രൈസ്തവ സമൂഹങ്ങളുടെ സ്വാധീനം മൂലം കുർബാന വെറുതെ ഒരു വിരുന്നാണ്, ആ ഒരു ചിന്തയിലേക്ക് പല കത്തോലിക്കരുടെയും മനസ്സ് നീങ്ങുന്നുണ്ടെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വിശുദ്ധ ബലിയാണ്. കാൽവരിക്കുന്നിൽ ഈശോ കുരിശിൽ അർപ്പിച്ച ബലിയാണ് അടയാളങ്ങളിലൂടെ നമ്മുടെ പള്ളികളിൽ, അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്നത്. സെഹിയോൻ ശാലയിൽ ഈശോ കുർബാന എന്ന കുദാശ സ്ഥാപിച്ചില്ലേ അന്ത്യത്താഴവേളയിൽ? അത് വേറൊരു വിരുന്നല്ല. അത് വേറൊരു വിരുന്നായിരുന്നെങ്കിൽ ഈശോ ഇങ്ങനെ പറയുമായിരുന്നു, ഇത് നല്ല ഗോതമ്പപ്പമാണ് മക്കളെ തിന്നോ, ഇത് നല്ല വീഞ്ഞാണ് മക്കളെ കുടിച്ചോ. അങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നത്. അന്ത്യത്താഴവേളയിൽ ഈശോ പറഞ്ഞെന്തെന്നറിയാവോ? അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു. വീഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തമാകുന്നു. അവിടെ ശരീരവും രക്തവും വേർതിരിയാണ്, മരണമാണ് നടക്കുന്നത്. കാൽവരിയിൽ കുരിശിൽ മരിച്ച ഈശോ ഇവിടെ കാസയിലും പീലാസയിലും അടയാളങ്ങളുടെ മരിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ അൾത്താരയിൽ സംഭവിക്കുന്നത്.
ഈശോയുടെ മരണം കാസയിലും പീലാസയിലുമുള്ള മരണമാണ് സംഭവിക്കുന്നത്. ഒരിക്കലും നമ്മൾ ബലിയെ വെറും ഒരു സൗഹൃദ വിരുന്നായിട്ട് നോക്കി കാണരുതെന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതും പാടുപിടകൾ സഹിച്ച് യേശു മരിച്ച ആ കുരിശിലെ ബലിയാണ് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ അടയാളങ്ങളിലൂടെ ഓരോ പള്ളികളിലും അർപ്പിക്കപ്പെടുന്നത്. അന്ന് സെഹിയോൻ ശാലയിൽ അർപ്പിക്കപ്പെട്ടത്. ഞാൻ പറയും, സെഹിയോൻ ശാലയിൽ അന്ത്യത്താഴവേളയിൽ യേശുവിൻ്റെ മരണത്തിന് മുമ്പുള്ള മരണം, കുർബാനയിൽ നമ്മുടെ ഇന്ന് ബലി അർപ്പിക്കുമ്പോൾ മരണത്തിന് ശേഷമുള്ള യേശുവിൻ്റെ മരണം ഞാൻ വേറൊരു രീതിയിൽ നോക്കിക്കാണാറുണ്ട്. ഈ ടൈം ആൻഡ് സ്പേസ് എക്സ്റ്റൻഷനൊക്കെ അല്ലെങ്കിൽ സ്ഥലകാല സീമകളൊക്കെ മനുഷ്യൻ്റെ തലത്തിലുള്ളൂ. ദൈവത്തിൻ്റെ തലത്തിൽ എല്ലാം ഒരു നിമിഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മനുഷ്യനായതുകൊണ്ട് ഞാൻ എൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈശോ വ്യാഴാഴ്ച കുർബാന സ്ഥാപിക്കുന്നു, വെള്ളിയാഴ്ച മരിക്കുന്നു, ഞായറാഴ്ച ഉയർക്കുന്നു, ഇന്ന് ഞാൻ കുർബാന അർപ്പിക്കുന്നു. നാല് സമയങ്ങളാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഒരു നിമിഷമാണ്. അന്ത്യത്താഴവേളയിൽ കുർബാന സ്ഥാപിക്കുമ്പോൾ തന്നെയാണ് ഈശോ മരിക്കുന്നത്. കാൽവരിയിൽ കുരിശുമരണം നടക്കുന്നതും അതേ നിമിഷത്തിൽ. ഇനി ഇവിടെ ഞാനിപ്പോൾ 2000 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കുർബാന അർപ്പിക്കുന്നതും അതേ നിമിഷത്തിൽ തന്നെയാണ് ദൈവത്തിൻ്റെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ. വാസ്തവത്തിൽ ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനവും ഒക്കെ അടയാളങ്ങളിലൂടെ ആക്ച്വലി ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ സാക്രിഫൈസ്. കുർബാനയിൽ അതാണ് നടക്കുന്നത്. പണ്ട് ഒടുക്കത്തെ ഉപ്രശിമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൂദാശയാണ് രോഗീലേപനം, 5ാമത്തെ കൂദാശ. രോഗാവസ്ഥ മനുഷ്യനെ ദൈവത്തിലേക്ക് തിരിക്കുന്നു. ആദിമ സഭയിലും രോഗീലേപനം കൊടുത്തിരുന്ന എന്നുള്ളതിന് കൃത്യമായ തെളിവുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നുണ്ട്. ഈ രോഗീലേപനം എന്ന കൂദാശ നമ്മുടെ മനസ്സിന് സൗഖ്യം പകരുന്നു, രോഗത്തിന് ആശ്വാസം നൽകുന്നു, പാപത്തിൽ നിന്നും മോചനം നൽകുന്നു. സാധാരണ നെറ്റിയിലും കൺപോളകളിലും അധരങ്ങളിലും കരങ്ങളിലും പാദങ്ങളിലൊക്കെ തൈലം പൂശിക്കൊണ്ടാണ് രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യുക. ഈ അവയവങ്ങൾ വഴി ചെയ്തിട്ടുള്ള പാപങ്ങൾക്കെല്ലാം ഈശോ മോചനം നൽകുന്ന ഒരു രംഗമാണ് രോഗീലേപനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ ഉപയോഗിക്കുന്ന തൈലം അത് സസ്യ എണ്ണ ഔഷധത്തെ സൂചിപ്പിക്കുന്നു, സുഗന്ധദ്രവ്യം പുതുജീവനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സസ്യ എണ്ണയും സുഗന്ധദ്രവ്യവും ചേർന്നതാണ് ഈ തൈലം. ഇത് പുതുജീവനെ സൂചിപ്പിക്കുന്നു, ഔഷധത്തെ സൂചിപ്പിക്കുന്നു. ഈ തൈലം പൂശിക്കൊണ്ട് പാപങ്ങൾക്ക് മോചനം പ്രാപിക്കാനായിട്ടുള്ള അവസരമൊരുക്കുകയാണ് രോഗീലേപനം എന്ന കൂദാശയിൽ സഭാമാതാവ് ചെയ്യുന്നത്. ആറാമത്തെ കൂദാശയാണ് തിരുപ്പട്ടം എന്ന കൂദാശ. തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെ ഒരു വ്യക്തി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്കാണ് കയറി വരുന്നത്. മുൻപിൽ വയ്ക്കപ്പെട്ടവൻ എന്നാണ് പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവത്താൽ മനുഷ്യരുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടവൻ. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തിരുപ്പട്ടം എന്ന കൂദാശ നൽകിക്കൊണ്ട് ഒരു വ്യക്തിയെ ദൈവം വിളിക്കുന്നത്. തന്നോടുകൂടെ ആയിരിക്കാൻ, സുവിശേഷം പ്രസംഗിക്കുന്നതിന് അയക്കുവാൻ, രോഗികളെ സുഖപ്പെടുത്താനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ ഈ ലക്ഷ്യം വ്യക്തമായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. ശ്ലൈഹിക പിന്തുടർച്ചയാണ് സഭയിൽ തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെ നടക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാലിക്കപ്പെടുന്ന ശ്ലൈഹിക പിന്തുടർച്ചയാണ് തിരുപ്പട്ടം എന്ന കൂദാശ. ത്രിവിധ ദൗത്യങ്ങളാണ് ഈ കൂദാശയിൽ ഒരു വ്യക്തിയെ സഭ ഏൽപ്പിക്കുന്നത്. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. എന്തായാലും നമുക്ക് കർത്താവ് നൽകുന്ന ദൗത്യം ഇതാണ്. സഭ മക്കളെ പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. ഈ ത്രിവിധ ദൗത്യങ്ങളാണ് ഒരു പുരോഹിതനിൽ നിക്ഷിപ്തമായിട്ടുള്ളത്.
തിരുപ്പറ്റുന്ന കുദാശയിൽ 2 കൈവെപ്പ് പ്രാർത്ഥനകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ വ്യക്തിയുടെ മേൽ വരാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥന. 2, പൗരോഹിത്യ ധർമ്മം, ആ കടമ നിർവഹിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന. ഈ 2 കൈവെപ്പ് പ്രാർത്ഥനകളാണ് പ്രധാനമായിട്ടും തിരുപ്പറ്റുമെന്ന ശുശ്രൂഷയിലുള്ളത്. ഈ പുരോഹിതാർത്ഥിയുടെ നെറ്റിയിലും കൈപ്പത്തികളിലും തൈലം പൂശുന്നുണ്ട്. ഈ വ്യക്തി സഭാ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെടുന്നു, പ്രതിഷ്ഠിക്കപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു. അതാണ് ആ അനുഷ്ഠാനം സൂചിപ്പിക്കുക. പിന്നെ സുവിശേഷം കൊടുക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സുവിശേഷ പ്രഘോഷകനായി നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തിരുവസ്ത്രങ്ങൾ നൽകുന്നുണ്ട്. അത് ക്രിസ്തുവിനെ ധരിക്കുന്നതിൻ്റെ സൂചനയാണ്. ഇനി മറ്റൊരു ക്രിസ്തുവായിട്ട് സമൂഹത്തിൽ അവതരിക്കേണ്ട വ്യക്തിയാണ് ഈ പുരോഹിതനെന്ന് സൂചിപ്പിക്കുകയാണ് തിരുവസ്ത്രങ്ങൾ. ഏഴാമത്തെ കുദാശയാണ് വിവാഹം എന്ന കുദാശ. വിശുദ്ധ പൗലോസ്ലീഹ വിവാഹം എന്ന കുദാശയിൽ മണവാളനെ മിശിഹായോടും മണവാട്ടിയെ തിരുസഭയോടുമാണ് ഉപമിക്കുന്നത്. എഫെസുസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 24-25 തിരുവചനങ്ങളിൽ വ്യക്തമായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. വിവാഹം എന്ന കുദാശയിൽ വധുവരന്മാർ തിരികത്തിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ തങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നതിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വലതുകരം ഗ്രഹിക്കുന്നുണ്ട്. അവർ മനസ്സിൻ്റെ സമ്മതം കൊടുക്കുന്നതിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലതുകരം ഗ്രഹിച്ചുകൊണ്ട് ഷെയ്ക്കിന് കൊടുക്കുന്ന രീതിയിൽ അവർ ആ അനുഷ്ഠാനം നിർവഹിക്കുന്നത്. പിന്നെ താലി. ഈ താലി എന്ന് പറഞ്ഞാൽ അത് ആലിലയുടെ ആകൃതിയാണ്. ആലില പുതുജീവനെ സൂചിപ്പിക്കുന്നു. പുതുജീവനെ സൂചിപ്പിക്കുന്ന ആലിലയിൽ നിത്യജീവനെ സൂചിപ്പിക്കുന്ന കുരിശ്, ഇതാണ് താലി സൂചിപ്പിക്കുക. ഇനി എന്തിനാ കെട്ടുന്നതെന്നറിയാവോ? ഈ ബന്ധം മരണം വരെ വേർപിരിയാൻ പാടില്ലാത്തത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ താലി കെട്ടുന്നത്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. മരണം വരെ വേർപിരിയാൻ പാടില്ലാത്ത ബന്ധമാണ് നമ്മുടെ വിവാഹ ബന്ധം. മോതിരം കൈമാറുന്നുണ്ട്, പരസ്പര ദാനത്തെ സൂചിപ്പിക്കുന്നു. മന്ത്രകോടി അണിയിക്കുന്നു. മന്ത്രകോടി ഭാരത സ്ത്രീയുടെ ഔദ്യോഗികമായ വേഷമാണ് സാരി. ആ സാരി വരൻ വധുവിൻ്റെ ശിരസിൽ അണിയിക്കുമ്പോൾ വധുവിൻ്റെ സംരക്ഷണം വരൻ ഏറ്റെടുക്കുന്നതിനെയാണ് സൂചിപ്പിക്കുക. ഞാനിത് മാതൃസംഘക്കാർക്ക് അമ്മമാർക്ക് ഒരു ക്ലാസ് കൊടുത്തപ്പോൾ ഒരു അമ്മ ചാടി എണീറ്റ് പറഞ്ഞു, ഇതൊക്കെ പിതാവ് പോയിട്ട് ആണുങ്ങളോട് പറയും. നിങ്ങൾ അച്ഛന്മാർ പോയിട്ട് ആണുങ്ങളോട് പറയും, പെണ്ണുങ്ങളോടല്ല പറയണ്ടേ. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി സംരക്ഷണം, ഒരു സാരി പോലും മേടിച്ചു തന്നിട്ടില്ല. നമ്മൾ അറിയുന്നില്ല എന്താ കാണിക്കുന്നത്. അനുഷ്ഠാനങ്ങളുടെ അർത്ഥം അറിയണം. ഓരോ അടയാളങ്ങൾക്ക് അർത്ഥമുണ്ട്. വധുവിൻ്റെ സംരക്ഷണം വരൻ ഏറ്റെടുക്കുന്നതിന് സൂചിപ്പിക്കുന്ന ഒരു അനുഷ്ഠാനമാണത്. ഇതിനേക്കാളൊക്കെ പ്രധാനം, അതായത് വിവാഹം എന്ന കുദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം, 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വധുവരന്മാർ തങ്ങളുടെ സമ്മതം പ്രകടിപ്പിക്കുക. അത് സ്വീകരിച്ചുകൊണ്ട് സഭയുടെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പുരോഹിതൻ നടത്തുന്ന ആശീർവാദമാണ് വിവാഹം എന്ന കുദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, വധുവരന്മാർ ചെയ്യുന്നത്. ബൈബിൾ തൊട്ടുകൊണ്ടുള്ള പ്രതിജ്ഞ. എവിടെ നിന്നിട്ട് പ്രതിജ്ഞ എടുക്കുന്ന? പള്ളിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. സഭയുടെ ഒഫീഷ്യൽ വിറ്റ്നസ്സായിട്ട് ഔദ്യോഗിക പ്രതിനിധികളായിട്ട് വൈദികർ, പിന്നെ കല്യാണത്തിന് കൂടുന്ന ആൾക്കാർ അവിടെയുണ്ട്. ദൈവത്തിൻ്റെയും സഭയുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് ബൈബിൾ തൊട്ട് ഉടമ്പടി ചെയ്യാണ്. എന്താ ഉടമ്പടി എന്നറിയാവോ? ഇന്നു മുതൽ മരണം വരെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ചുകൊള്ളാമെന്ന്. ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ സ്നേഹത്തിനോ ഐക്യത്തിനോ എന്തെങ്കിലും ഒരു വിള്ളലുണ്ടായാൽ ദൈവത്തെയും സഭയെയും സമൂഹത്തെയും അവഹേളിക്കലാണെന്നുള്ള തിരിച്ചറിവ് വിവാഹിതരാകുന്ന എല്ലാ ദമ്പതികൾക്കും ഉണ്ടാകണമെന്ന് സഭയുടെ നാമത്തിൽ പിതാവ് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ വിവാഹമെന്ന കുദാശയിൽ ദൈവാനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഈ വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ 2 ലക്ഷ്യങ്ങളാണ് വിവാഹത്തിനുള്ളത്. 1 ദാമ്പത്യ സ്നേഹം, 2 സന്താനോൽപാദനം. ഈ 2 ലക്ഷ്യങ്ങൾക്കായിട്ട് ദൈവം നിങ്ങളിലേക്ക് സമൃദ്ധമായിട്ട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന കുദാശയാണ് വിവാഹം എന്ന കുദാശ.